ഹലോ എവ്രി വൺ, വെൽക്കം ടു മജ്ജി ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പം നമുക്കിന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കയും പിന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചക്കക്കുരു നല്ലപോലെ വൃത്തിയാക്കി കഴുകി ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ചക്കക്കുരു ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ 2 മുരിങ്ങക്കായും നല്ല പുളിയുള്ള ഒരു മാങ്ങയും കൂടിയാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും മാങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണം, കാരണം ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ കുറച്ച് നല്ലപോലെ കട്ടി പോലെ ആയി കിട്ടും. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പുളി നമ്മൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് പുളിയുടെ ആവശ്യം വേറെ വരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മഷി പോലെ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ തേങ്ങയുടെ പേസ്റ്റ് എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചാറ് കുറച്ചും കൂടി വേണ്ടി വരുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കടുക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2-3 ചെറിയുള്ളി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും എന്താ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം, കാന്താരി മുളക് ചേർക്കേണ്ടവർക്ക് കാന്താരി മുളക് ചേർക്കാം. പക്ഷേ ഞാൻ ഇന്ന് മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടി ചേർത്ത ഉടനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വറുത്ത ചട്ടിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള നാടൻ കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നിറയെ കഴിച്ചിരുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.